ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ഗാർഡൻ തന്നെയാണ്. എൻ്റെ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരുപാട് ചെടികളുണ്ട്. അതിൽ നാടൻ ചെടികളാണ് കൂടുതലായിട്ടുള്ളത്. പ്രത്യേകിച്ച് പൂച്ചെടികളാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് പൂച്ചെടികൾ മാത്രമല്ല, കുറേയേറെ ഇലച്ചെടികളും ഫോളിയേജ് പ്ലാന്റ്സും ഉണ്ട്. അപ്പം ഇത് വന്നിട്ട് പെരുമ്പാവൂർ കൂവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ബൊഗെയിൻവില്ല അല്ലെങ്കിൽ കടലാസ് ചെടി. മിക്ക വീടുകളിലും ഇപ്പം പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ഇതിൻ്റെ പല കളേഴ്സിൽ ഉള്ള പൂക്കൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ബൊഗെയിൻവില്ലയുടെ പേര് എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. ബൊഗെയിൻവില്ല എന്ന പേര് കിട്ടാനുള്ള കാരണം തന്നെ ലൂയിസ് ബൊഗെയിൻവില്ല എന്ന പേരിൽ ഒരു ഫ്രഞ്ച് സഞ്ചാരി തൻ്റെ യാത്രക്കിടയിൽ പുതിയ തരം പൂവ് കണ്ടെത്തി. പിന്നീട് ആ പൂവ് അത് കണ്ടെത്തിയ ആളുടെ പേരിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങി. ചൂട് കാലാവസ്ഥയിൽ പെട്ടെന്ന് വളരുകയും വർഷം മുഴുവൻ പൂക്കൾ തരികയും ചെയ്യുന്ന ഒരു ചെടിയാണ് ബൊഗെയിൻവില്ല. ഇതിൻ്റെ ശാഖകൾ, ബ്രാഞ്ചസ് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നല്ല പോലെ ഇത് വളർന്നു വരുന്നത് കാണാം. അതുപോലെ പൂക്കളും ധാരാളം തരുന്നതായിട്ട് കാണാം. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തായിട്ട് ഈ ചെടി വെച്ചാലേ നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 4 മുതൽ 6 ആഴ്ച വരെ ഈ ബൊഗെയിൻവില്ലയുടെ പൂക്കൾ ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാം. അതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള വളവും അതുപോലെ വെള്ളം വളരെ കുറച്ച് മാത്രം ബൊഗെയിൻവില്ലയ്ക്ക് ഒഴിച്ചാൽ മതി. തീരെ ഒഴിക്കാതിരിക്കരുത്. വളരെ ഡ്രൈ ആയിട്ട് സോയിൽ തോന്നുവാണെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ബൊഗെയിൻവില്ലാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സീസണിലാണ് ഇത് പൂക്കുന്നത്. ഇപ്പം വരുന്ന ഹൈബ്രിഡ് ഇനത്തിലുള്ള എല്ലാ ബൊഗെയിൻവില്ലകളും എപ്പോഴും പൂക്കൾ തരുന്നത് കാണാം. അതുപോലെ ഒരുപാട് പൊക്കം ഇല്ലാത്ത രീതിയിൽ നല്ല ബുഷിയായിട്ട് ആ ഒരു പോട്ടിൻ്റെ അകത്ത്, ആ ഒരു ചെടിച്ചട്ടിക്കുള്ളിൽ തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാം. അത് നമ്മൾ സമയാസമയങ്ങളിൽ പ്രൂൺ ചെയ്യുകയും അതിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുകയും വേണം. ഹൈഡ്രേഞ്ചിയ പ്ലാന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിൻ്റെ pH ലെവൽ അനുസരിച്ചായിരിക്കും ഈ ചെടികളുടെയൊക്കെ പൂക്കളുടെ നിറം വരുന്നത്. നല്ല പുളിരസമുള്ള മണ്ണാണെങ്കിൽ നല്ല നീല കളറിലായിരിക്കും പൂക്കൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മണ്ണിൻ്റെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് രൂപമാറ്റം സംഭവിക്കുന്ന ഒരു സസ്യം വേറെ ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. പൂക്കൾ കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. പിന്നെ അടുത്ത് ഞാൻ കാണിക്കുന്നത് വിങ്ക റോസാണ്. വിങ്ക റോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ജാൻസി മാഡം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ജാൻസി മാഡത്തിൻ്റെ വീട്ടിൽ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയ ഒരു തൈ എങ്ങനെ നല്ല രീതിയിൽ പോട്ടിംഗ് മിക്സോടുകൂടി തയ്യാറാക്കാം എന്നതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ കൂടുതലും ഇലച്ചെടികളാണുള്ളത്. ഇത് കാണുന്നത് ഓൾട്ടർ നന്ദ്ര എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. വളരെ ഭംഗിയാണ്, വളരെ കളർഫുള്ളായിട്ട് നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ് കാണാം. അതുപോലെ തന്നെ ഡ്രസീനിയയുടെ മിൽക്കി പ്ലാന്റ് കാണാം. അതിൻ്റെ കൂടെ കോളിസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അമ്മയുടെ കയ്യിലുണ്ട്. അതുപോലെ ബോൾസം, ഇതെല്ലാം തന്നെ അമ്മ ഈ ഒരു സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടാണ് എല്ലാ പ്ലാന്റ്സും നിൽക്കുന്നത്. അതുപോലെ തന്നെ ബിഗോണിയയുടെ ഒരുപാട് കളക്ഷൻസ് അമ്മയുടെ കയ്യിലുണ്ട്. ഒരു ചട്ടി നോക്കിക്കഴിഞ്ഞാൽ അത് ബുഷിയായിട്ട് ആ ഒരു ചട്ടി മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് പ്ലാന്റ്സ് എല്ലാം ഉള്ളത്. സിങ്കോണിയത്തിൻ്റെ പ്ലാന്റും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അധികം വെയിൽ കിട്ടാത്തൊരു ഭാഗമാണ്. മോർണിംഗ് സൺലൈറ്റ് മാത്രമാണ് നല്ലപോലെ കിട്ടുന്നത്. ഇതിൻ്റെ മേളിലായിട്ട് ഷെയ്ഡ് പോലെ ഉണ്ട്. അപ്പം അധികം വെയിൽ കിട്ടാത്ത ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്.
ഇത് കോളീസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കട്ട് ചെയ്യേണ്ട സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. കോളീസിൻ്റെ തന്നെ വളരെ ചെറിയ ലീഫോട് കൂടിയുള്ളതാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് കാണാനൊക്കെ. അഗ്ലോണിമ പ്ലാന്റ്സും ഉണ്ട്. അപ്പം അതിൽ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് ഈ കാണുന്നത്. അഗ്ലോണിമ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല, ഉള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ വളർത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അലോക്കേഷ്യ പ്ലാന്റ് കാണാം. അതിൻ്റെ 2 വലിയ ലീവ്സാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതുപോലെ കലാത്തിയുടെ പ്ലാന്റ് കാണാം. കലാത്തിയും ഒരുപാട് ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. അതും ഇനി അത് പിരിച്ചു നടേണ്ട സമയമായിട്ടുണ്ട്. അതിൻ്റെ ലീവ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ബിഗോണിയ വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല വെയിലായത് കാരണം ഉച്ചയ്ക്ക് ശേഷം ചെടികളിലെ ഇലകളെല്ലാം കരിയാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഇതുപോലെ ഷെയ്ഡുള്ള ഭാഗത്തേക്ക് നമ്മുടെ ചെടികളെ സംരക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ അത് നിൽക്കുന്ന കാണാം. അതുപോലെ തന്നെ ബൾസും ഒക്കെ ചട്ടിയിൽ തന്നെയാണ് നട്ടിരിക്കുന്നത്. ഇതൊരു പ്രത്യേക തരം ലീഫുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരറിയാവുന്നവർക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ തണ്ടുകളെല്ലാം റെഡ് കളറിലാണ് വരുന്നത്. നല്ല ഭംഗിയാണ് എൻ്റെ ലീവ്സ് എല്ലാം കാണാനായിട്ട്. ഇതും ബിഗോണിയയുടെ വേറൊരു ടൈപ്പാണ്. ഇതും ഇതുപോലെ ആ ഒരു പോട്ട് നിറയെ ബുഷിയായിട്ടാണ് വളർന്നിരിക്കുന്നത്. പക്ഷെ അധികം സ്റ്റെമ്മില്ല, അല്ലാതെ തന്നെ സൈഡിൽ നിന്നൊക്കെ പൊട്ടി മുളച്ചിരിക്കുകയാണ് കൂടുതലായിട്ട്. നിങ്ങളുടെ കയ്യിലും കോളീസിൻ്റെയും അതുപോലെ തന്നെ ബിഗോണിയുടെയൊക്കെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കോളീസിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് നിങ്ങളുടെ കയ്യിലൊക്കെ കാണും. എത്ര വെറൈറ്റീസൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം ഈ ചെടികളെല്ലാം കട്ട് ചെയ്ത് നിർത്തേണ്ട സമയമാവുന്നു. കോളീസ് വളരെ നല്ല പോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിൽ വെള്ളീച്ചയുടെ ശല്യം നമുക്കൊരു പരിധി വരെ ഇല്ലാതാക്കാൻ സാധിക്കും. ഈർപ്പമുള്ള ഭാഗത്താണെങ്കിൽ കൂടുതലും ഈ വെള്ളീച്ചകൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. കോളീസിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇലകളുടെ ബാക്ക് സൈഡിലൊക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ എപ്പോഴും ഒന്ന് നോക്കുക ചെടിയുടെ ആ ഒരു ലീഫിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എന്തെങ്കിലും തരത്തിൽ പ്രാണികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ പ്രാണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ നല്ലൊരു ഫംഗിസൈഡ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് നന്നായിട്ട് ഈ ചെടികളുടെ പ്രത്യേകിച്ച് ഇലകളുടെ ബാക്ക് സൈഡിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല പൂക്കൾ തരുന്ന ബിഗോണിയാണ് ഈ കാണുന്നത്. വൈറ്റ് കളറിലാണ്. അതിൻ്റെ ലീവ്സൊക്കെ തന്നെ ഒരു പ്രത്യേകതയാണ് കാണാനായിട്ട്. അതുപോലെ ഈ പൂക്കളാണ് അതിൻ്റെ ഒരു ഭംഗി. അതുപോലെ ഇത് വേറൊരു ടൈപ്പിലെ ബിഗോണിയാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ വരുന്നത് ഒരു റെഡ് കളറിലാണ്. ഈ ഒരു ലീവ്സിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ ഒരു ഡോട്ട് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അമ്മയുടെ ഗാർഡനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഒരു തണ്ട് മതി നമുക്ക് ഇഷ്ടം പോലെ വളർത്തിയെടുക്കാം. ഒരു ഭാഗത്ത് നമ്മൾ കൊണ്ട് നട്ടാൽ പോലും അത് സ്പ്രെഡ് ചെയ്തിങ്ങനെ വളർന്നു വരുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തായിട്ട് ഈ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത തന്നെ 365 ദിവസവും പൂക്കൾ തരും എന്നതാണ്. ഇതിനൊരു സീസണില്ല, എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ വയലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള റോയൽ ബ്ലൂ ആയിട്ടുള്ള പ്ലാന്റും ഉണ്ട്.
അതുപോലെ തന്നെ വേറെ അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ലില്ലിയാണ്, വാട്ടർ ലില്ലി. എല്ലാവർക്കും ഒരുപാട് വെറൈറ്റീസിലുള്ളതുണ്ട്. അങ്ങനെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ ഒരു പ്ലാന്റ് സ്വന്തമാക്കിയത്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ബ്രസീലിയൻ പ്ലൂമി അല്ലെങ്കിൽ ഗോൾഡൻ പ്ലൂമി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതൊരു പ്രത്യേകതയാണ് ഈ ഒരു ഫ്ലവർ കാണാനായിട്ട്. ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെയും ചെറിയ ചെറിയ വൈറ്റ് കളറിലെയും റോസ് കളറിലെയും പൂക്കൾ ഉണ്ടാകാറുണ്ട്. ഇത് 4 മണി പൂക്കളാണ്. ഇത് നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഗാർഡൻ്റെ തന്നെ. അതിൽ ലൈറ്റ് റോസ്, ലാവൻഡർ കളർ, യെല്ലോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള പ്ലാന്റാണ്. നമ്മളുടെ നാട്ടിൽ ബ്രൈഡൽ ബൊക്കെ എന്നറിയപ്പെടും. അതുപോലെ തന്നെ ഇത് ക്ലെമറ്റിസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ്. നല്ല പോലെ പടർന്നു കയറുന്ന ക്രീപ്പിംഗ് പ്ലാന്റാണ്. ഇതിൽ നിറയെ പൂക്കളുണ്ടാകും. ഈ ചില സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പൂക്കൾ കുറവാണ്. ഇത് നമ്മുടെ തെച്ചിപ്പൂവ്, ഇതെല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഒരു 3 വെറൈറ്റീസിലുള്ള അമ്മയുടെ കയ്യിലുണ്ട്. ഒരു റോസ് കളറിലുള്ളത്, റെഡ് ഉണ്ട്, അതുപോലെ തന്നെ യെല്ലോ കളറും കൂടെ ഉണ്ട്. ഇതും വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്. കാന ഗ്ലൗക്ക എന്ന് പറയുന്ന വാഴച്ചെടി അഥവാ തോട്ടവാഴ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ സീഡ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ കിഴങ്ങുകളുണ്ട്. ആ കിഴങ്ങുകൾ വെച്ചിട്ടാണ് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. വളരെ മനോഹരമായിട്ടും എപ്പോഴും പൂക്കൾ തരുന്ന 365 ദിവസവും ഇതിൽ പൂക്കളുണ്ടാകും. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് മെലാപൂഡിയം അല്ലെങ്കിൽ ബട്ടർ ഡേസി പ്ലാന്റ്. ഇതിൽ 2-3 തൈകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് കല്യാണ സൗഗന്ധികം. നല്ല മണമുള്ള, നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. നിങ്ങൾക്ക് ഈ പ്ലാന്റിൻ്റെ പേരറിയാമോ? എന്നാൽ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊരു യെല്ലോ കളറിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാകുക. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ബട്ടർഫ്ലൈസ് ഒക്കെ വന്നിരിക്കുന്നത് കാണാം. ഇത് വന്നിട്ട് റെഡ് ജിഞ്ചർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെ ഭംഗി. കുറേ ദിവസം നിൽക്കുന്ന പൂക്കളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങ് ഉപയോഗിച്ചാണ് പ്രൊപ്പഗേഷനൊക്കെ ചെയ്യേണ്ടത്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സീസണൊന്നുമില്ല പൂക്കളുണ്ടാകാനായിട്ട്. എപ്പോഴും മഴക്കാലത്ത് പോലും വളരെ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ അമ്മയ്ക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. കോവൽ, അങ്ങനെ മുളക്, അതുപോലെ തന്നെ ഇഞ്ചി, ചില സമയത്ത് എള്ള് ഒക്കെ കൃഷി ചെയ്യാറുണ്ട്, മഞ്ഞൾ. ഇത് പാഷൻ ഫ്രൂട്ടാണ് വീട്ടിലുണ്ടായി കിടക്കുന്നത്. നമ്മുടെ വീടിന് ആവശ്യമുള്ള പച്ചക്കറികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി ആണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ എടുത്തതാണ്. ഇത് ഞങ്ങളുടെ പുറംപണിക്ക് വരുന്ന ചേച്ചിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് ഗാർഡൻ കാഴ്ചകളെന്ന്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.